ടൈലറിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു യൂണിഫോം ചുരിദാർ ടോപ്പാണ് കട്ട് ചെയ്തത്. സൈഡ് സ്ലിറ്റ് വരുന്നുണ്ട്. ഞാൻ തുണിയെ 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. ബാക്കും ഫ്രണ്ടിനും വേണ്ടി 2 സൈഡും ഇവിടെ വരുമ്പോൾ 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. ബാക്കും ഫ്രണ്ടും അതുപോലെ തന്നെ 2 സൈഡും ലെഫ്റ്റും റൈറ്റായിട്ട് അങ്ങനെ തുണിയെ 4ആയിട്ട് മടക്കുന്നത്. 4ആയിട്ട് മടക്കുന്ന 4-1 ഭാഗമാണ് നമ്മൾ തുണിയിൽ അളവെടുക്കുന്നത്. അതുകൊണ്ടാണ് 4ആയിട്ട് മടക്കുന്നത്. കണ്ടില്ലേ, ഇത് രണ്ടും തുണിയെ 2ആയിട്ട് മടക്കി. മടക്ക് ഭാഗം ഇവിടെ, ഇറക്കം വരുന്നത് ഇങ്ങനെ, ഇതിവിടെ വരുന്നത് ഇങ്ങനെ വരുന്നത് വണ്ണം. ഇത് ബാഗ് 2ആയിട്ട് മടക്കുമ്പോൾ ബാക്ക് ഫ്രണ്ടും മാത്രം. അതിലിങ്ങനെ 4ആയിട്ട് മടക്കുമ്പോൾ 2 സൈഡ്, ബാക്കിലെയും ഫ്രണ്ടിലെയും 2 സൈഡും അങ്ങനെ വരുമ്പോൾ 4 സൈഡ്. ഓക്കെ, ഇനി നമുക്ക് കട്ടിങ്ങിലോട്ട് പോകാം. വേണ്ടുന്ന ഇറക്കത്തോടുകൂടി 2 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കണം. 2 ഇഞ്ച് കൂട്ടിയെടുക്കുന്നത് അടിയിൽ മടക്കി തയ്ക്കാൻ 1.5 ഇഞ്ച്, ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ 1 ഇഞ്ച് പോകും. അങ്ങനെയാണ് 2 ഇഞ്ച് കൂട്ടിയെടുക്കുന്നത്. എനിക്കിവിടെ ഇറക്കം വേണ്ടത് 37ആണ്. അപ്പോൾ 39 എടുക്കണം. കറക്റ്റ് ഇത് മടക്കിയിട്ടപ്പോൾ 37 വേണം ഇറക്കം. അപ്പോൾ നമുക്ക് ഇവിടെ എനിക്ക് 39 കിട്ടി. ഉണ്ടല്ലേ, കറക്റ്റ് 39 കിട്ടി. അങ്ങനെ ഇറക്കം കറക്റ്റ് ആക്കിയതിന് ശേഷം തുണിയെല്ലാം കറക്റ്റ് വെച്ചതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഷോൾഡറാണ്. മോൾ ഭാഗത്തു നിന്നാണ് ഷോൾഡർ എടുക്കുന്നത്. ഇവിടുന്ന് ഷോൾഡർ എടുത്തിട്ട് കൈക്കുഴി എടുത്ത് ചെസ്റ്റ് വേണം എടുത്ത് ഷേപ്പിൽ കട്ട് ചെയ്യുക. ഷോൾഡർ വരുന്നത് 13 ഇഞ്ച് ഷോൾഡർ. അപ്പോൾ അതിൻ്റെ പകുതി എടുക്കണം, 6.5. ഓക്കെ, ഷോൾഡർ ഫുൾ ഷോൾഡർ എത്രയെന്ന് വെച്ചിട്ട് അതിൻ്റെ പകുതി. അതായത് നമ്മുടെ ഷോൾഡർ മെഷർമെൻറ്റ് എടുക്കുന്നതൊക്കെ രീതി ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ട് നോക്കണം കേട്ടോ. അതായത് ഷോൾഡറിൻ്റെ പകുതിയാണ് നമ്മൾ തുണിയിലെടുക്കുമ്പോൾ എടുക്കേണ്ടത്. അപ്പോൾ അത് ഫുൾ എടുത്തിട്ട് അതിൻ്റെ പകുതി, നേർപകുതി 13 എടുത്തപ്പോൾ അതിൻ്റെ പകുതി 6.5. അത് കഴിഞ്ഞതിന് ശേഷം ഷോൾഡറിൽ നിന്ന് വേണം കൈക്കുഴി കാണാൻ. കൈക്കുഴി കാണുന്നത് നമ്മൾ ആദ്യം ഒരു 6.5 മാർക്ക് ഇങ്ങനെ ചെയ്തതിന് ശേഷം അവിടെ നമുക്ക് ചെസ്റ്റ് ഷോൾഡറിൽ നിന്ന് കൈക്കുഴി കാണുന്നത് നമ്മളൊരു ഉദ്ദേശം ഒരു 6.5 മാർക്ക് കാണുക. എന്നിട്ട് അവിടുന്ന് ചെസ്റ്റ് ലൈൻ എടുക്കണം. ചെസ്റ്റ് വന്നേക്കുന്നത് 32ആണ്. ബോഡിയിൽ നിന്നെടുത്ത ടൈറ്റ് വണ്ണം, ബോഡിയിൽ നിന്നെടുത്ത ടൈറ്റ് വണ്ണം വന്നേക്കുന്നത് 32. അതിൻ്റെ കൂടെ 3 ഇഞ്ച് കൂടെ ലൂസ് കൂട്ടണം, 35 വരും. 32ൻ്റെ കൂടെ 3 ഇഞ്ച് ലൂസ് കൂട്ടുമ്പോൾ 35 വരും. 35ൻ്റെ 4-ൽ 1 ഭാഗം, 35ൻ്റെ 4-ൽ 1 ഭാഗം കണ്ടുപിടിക്കണം. 35ൻ്റെ 4-ൽ 1 ഭാഗം വരുമ്പോൾ 8.25 വേണം കണക്ക് ചെയ്യാൻ. ചിലർ 3 ഇഞ്ച് എടുക്കും, ചിലർ 4 ഇഞ്ച് എടുക്കും. പക്ഷേ നല്ല ഷേപ്പിലും കറക്റ്റിലായിട്ടും വരുന്നത് ഈ 3 ഇഞ്ച് എടുത്താൽ മതി. പിന്നെ നമുക്ക് അതിനകത്ത് വണ്ണം കുറയ്ക്കാനൊന്നും വരത്തില്ല. 4 ഇഞ്ച് എടുത്താൽ പിന്നെ ഷേപ്പ് പിടിച്ച് പിന്നെ നമ്മൾ ചെയ്ത് കൊടുക്കണം. പക്ഷേ ഈ 3 ഇഞ്ച് ലൂസ് കൂട്ടിയിട്ട് ബോഡി വണ്ണത്തിൻ്റെ ടൈറ്റ് വണ്ണത്തിലൂടെ 3 ഇഞ്ച് ലൂസ് കൂട്ടി അതിൻ്റെ 4 എടുത്ത് ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ തയ്ച്ച് വരുമ്പോൾ കറക്റ്റ് ആ ഇടുന്ന വ്യക്തിക്ക് കറക്റ്റായിരിക്കും. ഓക്കെ, 3 ഇഞ്ച് ലൂസ് കൂടെ കൂട്ടി 32ആണ്. 32, 3, 35, 35ന് 4-ൽ 1 എത്ര, 8.25 മാർക്ക് ചെയ്ത്. എന്നിട്ട് നമ്മളിവിടെ 6.5 ഷോൾഡർ എടുത്തത്. ഈ 6.5 ഇവിടെ ഉണ്ടോയെന്ന് ചെസ്റ്റ് വണ്ണം എടുത്ത് കറക്റ്റ് ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ അതെ, നമ്മുടെ ചെസ്റ്റ് വണ്ണം വന്നേക്കുന്നത് ഇവിടെ 8.25 ഇവിടെ അന്നേരം നമുക്ക് കണ്ടില്ലേ, ഇവിടെ എൽ ഷേപ്പിൽ നമുക്ക് കിട്ടി. ഇവിടെ ലൈൻ കറക്റ്റ് ആക്കാം കേട്ടോ. എന്നിട്ട് ഈ കോർണറിൽ നിന്ന് ഈ മൂലയിൽ നിന്ന് കോർണറിൽ നിന്ന് 6 എടുത്തല്ലോ, അതിൻ്റെ പകുതി മാർക്ക് ചെയ്യാം, 3.25. എന്നിട്ട് ഇവിടെ നമുക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഇവിടെ കൊണ്ടുവരാം. ഈ 8.25 മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ ടച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെ നമുക്ക് ഷേപ്പ് കിട്ടും. ഇങ്ങനെ ഷേപ്പ് ചെയ്തതിന് ശേഷം ഇത്
നമുക്ക് റിഗാൾ എത്ര റൗണ്ട് എത്ര കിട്ടിയെന്ന് വെച്ചിട്ട് അതിൻ്റെ പകുതി ആണ് നമുക്ക് വേണ്ടത്. റൗണ്ട് വന്നിരിക്കുന്നത് 15.5 അപ്പോൾ 7.5 ഇവിടെ കിട്ടുന്നതെന്ന് നോക്കണം കേട്ടോ. നമുക്ക് 7.5 കിട്ടുന്നെങ്കിൽ നമ്മൾ അങ്ങനെ എടുത്ത് കൈക്കുഴി എടുത്ത് 6.5 കറക്റ്റാണ്. ഓക്കെ. ഈ കൈക്കുഴിയുടെ റിഗാൾ റൗണ്ടിൻ്റെ റിഗാൾ റൗണ്ടിനെ ആശ്രയിച്ചിരിക്കും ഈ കൈക്കുഴിയുടെ ലെന്ത് കൂട്ടിയും കുറയ്ക്കും വരുന്നത്. ചെസ്റ്റ് ലൈൻ മാർക്ക് ചെയ്തു. ഷോൾഡർ ലൈനിൽ നിന്ന് കൈക്കുഴി നമ്മളൊരു ഉദ്ദേശം 6.5 അല്ലെങ്കിൽ 5.5 എടുത്തതിന് ശേഷം മാർക്ക് ചെയ്തിട്ട് റിഗാൾ റൗണ്ട് ഇങ്ങനെ നമ്മൾ കിട്ടിയതിൻ്റെ പകുതി മാർക്കുണ്ട്. ഞാൻ റിഗാൾ റൗണ്ട് ഇടയ്ക്ക് കിട്ടിയിരിക്കുന്നത് 15 അപ്പോൾ ആ 15ൻ്റെ പകുതി 7.5. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് 7.5. ആ 7.5 കിട്ടിയോണ്ടാണ് ഞാനിവിടെ 6.5 ആക്കിയത്. 7.5 കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ചെസ്റ്റ് ലൈനും കൈക്കുഴിയുടെ ലെന്തും കൂടിയും കുറഞ്ഞും ഒക്കെ വരും. അപ്പോൾ അത് ഇതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ഈ ചെസ്റ്റ് ലൈനും കൈക്കുഴിയുടെ ഇറക്കത്തിൻ്റെ ഇത് ഇറക്കം കൂട്ടി കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ, ഞാൻ ഇങ്ങനെയാണ് കിട്ടുന്നത്. അല്ലാതെ ഒരു ഉദ്ദേശം എടുത്തിട്ട് ഇവിടുന്ന് 6.5 7 എടുത്തിട്ട് അങ്ങനെയുള്ള ഷേപ്പല്ല ചെയ്യുന്നത്. വീണ്ടും ഞാൻ പറയുകയാണ്, ഈ റിഗാള് കിട്ടിയ റിഗാളിൻ്റെ പകുതി അനുസരിച്ച് വേണം കൈക്കുഴിയുടെ ലെന്ത് കുട്ടിയും കുറയ്ക്കേണ്ടത്. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ഷോൾഡറിൽ നിന്ന് ഷേപ്പ് ലെന്തെന്ന് പറയും. ഈ കുട്ടിയുടെ ഷേപ്പ് ലെന്ത് 14.5 മാർക്ക് ചെയ്യാം. 14.5 മാർക്ക് ചെയ്തതിന് ശേഷം അവിടുത്തെ വണ്ണം ഷേപ്പ് റൗണ്ട്, അതായത് ഷേപ്പ് റൗണ്ട് എന്ന് പറയുമ്പോൾ അവിടുത്തെ വണ്ണം വരുന്നത് 30 30ൻ്റെ കൂടെ 3 ഇഞ്ച് ലൂസ് കൂട്ടിയാൽ 33. 33ൻ്റെ 4/1 ഭാഗം 8.25. ഓക്കെ, 33ൻ്റെ 4/1 ഭാഗം 8.25 മാർക്ക് ചെയ്തല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം വേണ്ടത് സ്ലിറ്റിൻ്റെ ലെന്ത് വേണം. സ്ലിറ്റ് ലെന്ത് വന്നേക്കുന്നത് 22. അപ്പോൾ ഈ ഷോൾഡറിൽ നിന്ന് ഇതേപോലെ 22-ന് കറക്റ്റ് വന്നേക്കുന്നത് 22 അരയിഞ്ചൂടെ കൂട്ടിയെടുക്കുക. ഷോൾഡർ പിടിക്കുമ്പോൾ അരയിഞ്ച് പോകും. 22.5 മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതാണ് ചെസ്റ്റ് സ്ലിറ്റിൻ്റെ ലെന്ത്. അവിടുത്തെ വണ്ണം എടുക്കണം. ഈ സ്ലിറ്റ് വരുന്നതിൻ്റെ ആ ഭാഗത്തെ വണ്ണം, അതായത് ഹിപ്പ് റൗണ്ട്. ഹിപ്പ് റൗണ്ട് എത്ര? ഹിപ്പ് റൗണ്ട് വന്നേക്കുന്നത് 35. 35ൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ കൂടാവും. 37. 37ൻ്റെ കറക്റ്റ് ബോഡിയിൽ നിന്ന് എടുക്കുന്നത് 35. അതിൻ്റെ കൂടെ ലൂസായിട്ട് കൂട്ടുന്നത് 2 ഇഞ്ച്. എന്നിട്ട് 37 വരും. 37ൻ്റെ 4/1 വരുമ്പോൾ 9.5. ആ 9.5 ഇവിടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ ലൈനെല്ലാം കൂടെ യോജിക്കും. ഇവിടെ 9.5 എടുത്താൽ ഇവിടെ ഒരു 2 ഇഞ്ച് വരെ കൂട്ടിയെടുക്കാം. 9.5-ഉം 2-ഉം ഒരുപാട് അങ്ങ് കൂട്ടിയെടുക്കരുത് കേട്ടോ. 2 ഇഞ്ച് ഈ നമുക്ക് ഇവിടുത്തേക്കാളും 2 ഇഞ്ച് കൂടെ. 9-ഉം 2-ഉം 11. ഓക്കെ, എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ യോജിപ്പിക്കണം. ചെസ്റ്റ് ലൈനിൽ നിന്ന് ഷേപ്പിൽ വന്നു. ഷേപ്പിൽ നിന്ന് ഹിപ്പിലോട്ട് ഉണ്ടല്ലോ. എന്നിട്ട് താഴത്തെ ബോട്ടം റൗണ്ടിലോട്ട്. ഇവിടുത്തേക്കാൾ 2 ഇഞ്ച് വരെ കൂട്ടാൻ ചിലർ ഈ വണ്ണം തന്നെ എടുക്കുള്ളൂ കേട്ടോ. ഈ വിരിവ് തന്നെ ചിലരെടുക്കും. അത് അവരൊരു ഇഷ്ടമനുസരിച്ച്. എന്നാലും 2 ഇഞ്ച് വരെ എടുക്കാവൂ കേട്ടോ. എന്നിട്ട് നമുക്ക് സ്റ്റിച്ചിങ് ഇതിൻ്റെ ലൂസ് കൂട്ടണ്ട തയ്ക്കുമ്പോൾ, അതായത് 1.25 1.5 എടുക്കാം കേട്ടോ. ഇവിടെ 1 എടുക്കാവൂ. ഹിപ്പിൻ്റെ ആ ഭാഗത്ത് 1 എടുക്കാവൂ. ഇവിടെ 1.25 1.5 എടുത്തിട്ട് ഇൻ ഷേപ്പ് നമുക്കിത് വര വെപ്പിച്ചിട്ട് കട്ട് ചെയ്യാം. കട്ടിങ്ങിലോട്ട് പോകാം.
ഇവിടെ നമുക്ക് സ്റ്റിച്ച് വരുന്നത് ഇവിടെയാണ്. ഇവിടുത്തെ വണ്ണം 35 അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ ലൂസ് കൂട്ടി 37, 37ൻ്റെ 4 ഭാഗം 9.4 അവിടെ നിന്ന് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇതേപോലെ ഇവിടെ നമ്മൾ 1/2 ഇഞ്ചിന് ഇറക്കിയിട്ട് വേണം ഷേപ്പ് എടുക്കാൻ. കണ്ട അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടിയേ. എന്നിട്ട് ഇവിടെ നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ഇവിടെ നിന്ന് തുടങ്ങുന്നെന്ന് കാണിച്ചു തരാം. ഷേപ്പ് അവിടെ തുടങ്ങും. ഹിപ്പ് വരുമ്പോൾ ഇവിടെ തുടങ്ങുന്നു. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പീസ് ഇങ്ങനെ മാറ്റണം. ഒരു പീസ് മാറ്റിയതിന് ശേഷം ഫ്രണ്ട് മാത്രം 1/2 ഇഞ്ച് കുറിച്ച് വെട്ടും. ഫ്രണ്ട് മാത്രം 1/2 ഇഞ്ച് കുറിച്ച് വെട്ടും. ഫ്രണ്ട് മാത്രം 1/2 ഇഞ്ച് ഇങ്ങനെ ഇവിടെ നിന്ന് ഒരു ഇഞ്ച് കഴിഞ്ഞിട്ട് ഈ സെൻറ്ററിൽ നിന്ന് 1/2 ഇഞ്ച് കളയും. അപ്പം ഞാൻ കട്ട് ചെയ്തതെന്ന് നോക്കിക്കോ കേട്ടോ. ഈ ഫ്രണ്ട് മാത്രം ഇങ്ങനെ ഈ ഭാഗത്തു നിന്നാണ് 1/2 ഇഞ്ച് കളയേണ്ടത് കേട്ടോ. കണ്ടല്ലേ. എന്നിട്ട് ഫ്രണ്ടാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ നെക്കെല്ലാം ക്യാൻവാസിൽ ഒട്ടിച്ചിട്ട് തയ്ക്കുമ്പോൾ ഫ്രണ്ട് ഏതാ ബാക്ക് ഏതാണെന്ന് അറിയാൻ വേണ്ടി ഇത് ഒട്ടിട്ട് കൊടുക്കണം കേട്ടോ. ഓക്കെ. നിങ്ങൾ സ്റ്റിച്ചിങ് വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ കട്ടിങ് വീഡിയോ ഇടുന്നുള്ളൂ. സ്റ്റിച്ചിങ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം. വീഡിയോ കണ്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യണം. ഓക്കെ. ഇനി നമുക്ക് സ്ലീവും കൂടെ ഇടാം. സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ബോഡി കട്ട് ചെയ്യുമ്പോൾ 4ആയിട്ട് മടക്കിയിടും. അതേപോലെ തന്നെ കറക്റ്റായിട്ട് 4ആയിട്ട് മടക്കിയിടണം. 2 കൈക്കും കൂടെ കേട്ടോ. കറക്റ്റ് കണ്ടോ. കറക്റ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഇറക്കം എത്ര വേണ്ടതെന്ന് വെച്ചിട്ട് അതനുസരിച്ച് സ്ലീവിൻ്റെ ഇറക്കം വന്നേക്കുന്നത് സ്ലീവ് ഇറക്കം വന്നേക്കുന്നത് 12.5 12.5 ഇറക്കം വന്നത്. അതിൻ്റെ കൂടെ 1.5 കൂടെ കൂട്ടിയിട്ട് 13, 14 എടുക്കണം. എന്നിട്ട് അത്രയും നമുക്ക് കട്ട് ചെയ്യാം. ബാലൻസ് മാറ്റി വെച്ചു. 2 ടോപ്പിനുള്ള തുണിയാണത്. ഞാൻ ഒന്നേ കട്ട് ചെയ്യുന്നത് കേട്ടോ. അത് ഇതേപോലെ തന്നെ 2ആയിട്ട് ഇങ്ങനെ ഇട്ടാൽ നമുക്ക് ഇവിടുന്ന് നമുക്ക് വേറെ കഴുത്തിൻ്റെ ഒട്ടിക്കാനായിട്ട് എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് റിഗാൾ റൗണ്ട് എത്രയായിരുന്നു? ആംഹോൾ റൗണ്ട് എത്ര വന്നേ? 7.5 15ആയിരുന്നു. അപ്പോൾ 7.5 കിട്ടുന്ന രീതിയിൽ തുണി ഇങ്ങനെ കൊടുക്കണം. 7.5 വേണമെങ്കിൽ നമുക്കിവിടെ കൈ സ്ലീവിനെടുക്കുമ്പോൾ 1/2 ഇഞ്ച് കൂടെ കുറച്ചെടുത്താൽ മതി. 7 എടുത്താൽ മതി കേട്ടോ. ടേപ്പ് ഇതേപോലെ വെക്കണം. ഈ എൻഡിൽ വെച്ചതിന് ശേഷം ഓപ്പൺ കണ്ടോ. ഏറ്റവും മുകളിൽ നമ്മുടെ ഇറക്കം കണ്ടില്ലേ 12.5 ഇന്നലെ കൂട്ടിയെടുക്കും. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ ആംഹോൾ റൗണ്ട് അല്ലെങ്കിൽ റിഗാൾ റൗണ്ട് എത്ര കിട്ടിയെന്ന് വെച്ചിട്ട് അതിൻ്റെ പകുതി മാർക്ക് ചെയ്യണം. 15ആയിരുന്നു 7.5. അതിൽ നിന്ന് 1/2 ഇഞ്ച് വേണം ഇങ്ങനെ എടുക്കാനായിട്ട്. ടേപ്പ് ഇങ്ങനെ വെക്കണം കണ്ടോ. ഞാൻ ഈ വെച്ചേക്കുന്നത് പോലെ എടുത്തതിന് ശേഷം ഇങ്ങനെ ഷേപ്പ് ചെയ്യുമ്പോൾ നമുക്ക് 1/2 ഇഞ്ച് കുറച്ച് മതി. നമുക്ക് ബോഡിയിൽ ഷേപ്പിൽ കട്ട് ചെയ്ത് വെക്കുമ്പോൾ കറക്റ്റായിരിക്കും. അപ്പോൾ 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ എന്നിട്ട് ഇവിടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ നമ്മൾ ടേപ്പ് വെച്ച് കൊടുക്കും. ഇവിടെ നിന്ന്
ഇവിടെ നമുക്ക് ഏറ്റവും ഓപ്പൺ ഭാഗത്ത് വരുന്ന ഓറഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഇതിങ്ങനെ അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കൈയുടെ ഷേപ്പ് എടുക്കും. ഇനി കൈയുടെ ബോട്ടം റൗണ്ട് ഇറക്കത്തിൻ്റെ അവിടുത്തെ വണ്ണം എടുത്തേക്കുന്ന എത്രയാണെന്ന് നോക്കണം. ഇറക്കത്തിൻ്റെ അടുത്ത വണ്ണം വന്നേക്കുന്നത് 10 ഇവിടെ നമുക്ക് ഇറക്കം എടുത്തതിൻ്റെ അവിടുത്തെ ആ വണ്ണം വന്നേക്കുന്നത് 10, 15 ഇഞ്ച് മാർക്ക് ചെയ്യാം. അത് ചെയ്ത് ഇതേപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 5, 7 കൂടെ ചേർത്ത് ഇങ്ങനെ ഒരു മാർക്ക് ചെയ്യാം. പിന്നെ തയ്യൽ തുമ്പിന് വേണ്ടി നമ്മൾ ബോഡിയിലെടുത്ത തയ്യൽ തുമ്പ് തന്നെ മാർക്ക് ചെയ്യാം. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. നമ്മൾ ഈ എടുത്തത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ 1/2 ഇഞ്ച് കുറച്ച് മതിയെന്ന്. നമുക്ക് സംശയം കൊടുക്കാം. നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് കുറവ് വരും. എന്നിട്ട് ഈ കൈക്കുഴിയുടെ ഈ ഇതിനും കൂടെ ഇങ്ങനെ വെച്ച് നോക്കുക കറക്റ്റാണോ ഉണ്ടോ. അപ്പോൾ 7 എടുത്തെങ്കിൽ തയ്യൽ തുമ്പ് കൂടിപ്പോയേനെ. ബോഡിയുടെ ഈ കട്ടിങ് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ ഇത് പോകും. അപ്പോൾ ഇത് വലിക്കാതെ തന്നെ കൈയുടെ ആ റൗണ്ടിൻ്റെ അടുത്ത് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നോക്കിട്ട് അപ്പോൾ നമുക്ക് 7 ഇഞ്ചിന് ഇങ്ങനെ എടുത്ത് കറക്റ്റായി. പിന്നെ 1 ഇഞ്ച് തയ്യലുണ്ട് ബോഡിയുടെ ഉണ്ടാവും. ഇങ്ങനെയാണ് കൈ വെട്ടേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് കട്ട് ചെയ്യാം. കൈയുടെ ഷേപ്പ് അതേപോലെ കട്ട് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇവിടുത്തെ വണ്ണം അവിടെ വരെ ആണെന്നറിയാൻ വേണ്ടി ഡോട്ട് ഇട്ട് കൊടുത്തു. കൈ വണ്ണം ഇവിടെ ആണെന്നറിയാൻ വേണ്ടി അവിടെ ഡോട്ട്. എന്നിട്ട് സെൻറ്റർ കൈയുടെ മടക്ക് ഭാഗം സെൻറ്റർ ഭാഗം അവിടെയും ഷോൾഡർ ഭാഗം വരുന്നിടത്ത് നോട്ട്. അപ്പോൾ ഷോൾഡറും കറക്റ്റായിട്ട് വെക്കാനായിട്ട്. എന്നിട്ട് കൈ സ്ലീവിനെ ഇങ്ങനെ എടുക്കണം. ഉണ്ടല്ലേ, രണ്ടായിട്ട് 2 സ്ലീവ് ഉണ്ട്. ഫ്രണ്ട് ഭാഗം എടുക്കും നമ്മൾ ബോഡിയിൽ വെട്ടിയുണ്ട്, ഇതിലും വെട്ടണം. ഇവിടെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് ഈ ഇവിടെ നിന്ന് വേണം 1/2 ഇഞ്ച് കളയാൻ. ഇത് ഫ്രണ്ട് ഭാഗത്ത് വരും. നമ്മൾ ബോഡിയിൽ ഇതേപോലെ അല്ലേ വെട്ടി ഉണ്ടാവും. കത്രികയുടെ തുമ്പത്തിട്ട് ഈ ഭാഗത്താണ് 1/2 ഇഞ്ച് കളയുന്നത്. ഫ്രണ്ട് ആണെന്നറിയാൻ വേണ്ടി നമ്മൾ ബോഡിയിൽ കട്ട് ചെയ്തതുപോലെ ഇവിടെയും കട്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ സ്ലീവും കട്ട് ചെയ്ത് കണ്ട മനസ്സിലായല്ലോ. ബോഡിയും കട്ട് ചെയ്ത് സ്ലീവും കട്ട് ചെയ്ത് ക്യാൻവാസിലാണ് നെക്ക് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ക്യാൻവാസിൽ കട്ട് ചെയ്യും. നിങ്ങൾക്ക് സ്റ്റിച്ചിങ് വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കണം. അറിഞ്ഞ മനസ്സിലായ കാര്യങ്ങൾ പോയിൻ്റ് എല്ലാം ചെയ്യുക. കൂടുതലായിട്ട് വല്ല അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതിന് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, ഞാൻ ഇതിൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നോ ഇല്ലയോ, അല്ലെങ്കിൽ എന്താ അറിയാത്തത് എന്ന് എനിക്ക് മനസ്സിലാകാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം.